സ്റ്റോക്ക് മാർക്കറ്റ് ഈയൊരു വാക്ക് കേൾക്കുമ്പോഴേ പലർക്കും പൈസ ഉണ്ടാക്കാനുള്ള വലിയ സ്വപ്നങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ ബേസിക്സ് ഒന്ന് സിമ്പിളായിട്ട് നോക്കിയാലോ? അപ്പോൾ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ശരിക്കും കാശുണ്ടാക്കാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. പക്ഷെ അതിന് ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു കമ്പനിയുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പനികളെക്കുറിച്ചറിയണം. ഒരു പ്രൈവറ്റ് കമ്പനി എങ്ങനെയാണ് ഒരുപാട് പേർക്ക് പങ്കാളിത്തമുള്ള ഒരു പബ്ലിക് കമ്പനിയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നല്ല വിജയകരമായി പോകുന്ന ഒരു കമ്പനി. അവർക്ക് പുതിയ ഫാക്ടറികൾ തുടങ്ങണം, ബിസിനസ് വലുതാക്കണം. ഇതിനെല്ലാം ഒരുപാട് പണം വേണം. ബാങ്ക് ലോണിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ഈ വളർച്ചയിൽ സാധാരണക്കാരെ കൂടി പങ്കാളികളാക്കിക്കൂടാം? ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, കമ്പനി ആദ്യമായിട്ട് അതിന്റെ ഓണർഷിപ്പിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, അതായത് ഓഹരികൾ, പബ്ലിക്കിന് വിൽക്കാൻ വയ്ക്കുന്നു. ഇതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. ഇവിടെ സംഭവിക്കുന്ന മാറ്റം ശരിക്കും വലുതാണ്. കുറച്ചുപേരുടെ മാത്രം കയ്യിലായിരുന്ന ഒരു കമ്പനി ഇപ്പോൾ ആർക്കും പങ്കാളിയാകാവുന്ന ഒന്നായി മാറുകയാണ്. ഈ കാണുന്നതുപോലെ തീരുമാനങ്ങളൊക്കെ കൂടുതൽ സുതാര്യമാവും. ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ ഉടമകളാവും. ഇതാണ് ഒരു പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ ഈ യാത്രയ്ക്ക് കുറച്ച് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം വളരാൻ അവർ തീരുമാനിക്കുന്നു. പിന്നെ ഓരോ ഷെയറിനും ഒരു വിലയിടും. അതിനുശേഷം അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. അവസാനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അതോടെ ആർക്ക് വേണമെങ്കിലും ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ കമ്പനി ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെത്തി. ഇനി നമ്മുടെ റോളാണ് വരുന്നത്. ഒരു സാധാരണക്കാരനായ നിങ്ങൾക്ക് എങ്ങനെ ഈ കമ്പനിയുടെ വളർച്ചയിൽ പങ്കാളിയാകാം? എന്തൊക്കെയാണ് അതിനുള്ള വഴികൾ? ഇവിടെയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ വരുന്നത്. നമുക്ക് നേരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്ന് ഒരു ഷെയർ വാങ്ങാൻ പറ്റില്ല. നമുക്കും സ്റ്റോക്ക് മാർക്കറ്റിനുമിടയിൽ ഒരു പാലം വേണം. ആ പാലമായി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ആ ഇടനിലക്കാരനെയാണ് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് വിളിക്കുന്നത്. സെബി, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഏജൻസി അംഗീകരിച്ച ഈ ബ്രോക്കർമാരാണ് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി കണക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം തരുന്നത് അവരാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്ന് അറിയാമോ? ഷെയറെല്ലാം പേപ്പർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് നഷ്ടപ്പെടാനും കേടുവരാനുമൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല. നമ്മുടെ ഷെയറുകൾ ഡിജിറ്റലായി ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ വളരെ സേഫായിട്ടിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നേരെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഷെയർ വാങ്ങാനും വിൽക്കാനുമുള്ള പൈസയുടെ ഇടപാടുകൾ വളരെ എളുപ്പത്തിലും സ്പീഡിലും നടക്കും. അപ്പോൾ കമ്പനി പബ്ലിക്കായി, നിങ്ങൾക്ക് ബ്രോക്കറായി, ഡിമാറ്റ് അക്കൗണ്ടുമായി. ഓക്കെ, എല്ലാം സെറ്റ്. ഇനി അസൽ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഷെയറുകൾ നമ്മൾ യഥാർത്ഥത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ ഓരോ തവണ ഷെയർ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ബ്രോക്കർക്ക് ചെറിയൊരു ഫീസ് കൊടുക്കണം. ഇതിനെയാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും 1 രൂപയിൽ താഴെ, ചിലപ്പോൾ 10-20 പൈസയൊക്കെ കാണത്തുള്ളൂ. ഇത്രയും ചെലവ് കുറവായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ട്രേഡിംഗ് തുടങ്ങാൻ പറ്റും. നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റും ഉപദേശങ്ങളുടെ ഒരു മേളമായിരിക്കും. കൂട്ടുകാരിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന്, പിന്നെ സ്ഥിരമായി TV-യിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന എക്സ്പേർട്സിൽ നിന്നും. ആ സ്റ്റോക്ക് വാങ്ങിക്കോളൂ, ഇത് വിറ്റോളൂ എന്നൊക്കെ എപ്പോഴും കേൾക്കാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. ഈ വിദഗ്ധർ പറയുന്നത് അവരുടെ അഭിപ്രായങ്ങളും അനാലിസിസും മാത്രമാണ്, അല്ലാതെ ഒരു ഗ്യാരണ്ടിയുമല്ല. അവരുടെ ഉപദേശം കേൾക്കാം, പക്ഷേ സ്വന്തമായി പഠിച്ച് റിസർച്ച് ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം ലാഭമായാലും നഷ്ടമായാലും അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമായിരിക്കും. ശരി, അപ്പോൾ ഒരു കമ്പനി എങ്ങനെ പബ്ലിക് ആവുന്നു, നമ്മൾ എങ്ങനെ ബ്രോക്കർ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു സംഭവമോ ഒരു മാന്ത്രിക പെട്ടിയോ ഒന്നുമല്ല. വളരാൻ പണം വേണ്ട കമ്പനികളെയും കയ്യിലുള്ള പണം വളർത്താൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമാണിത്. ശരിക്കും പറഞ്ഞാൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഈയൊരു അറിവോടെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഏതൊക്കെ കമ്പനികളിൽ നിക്ഷേപിക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളുടെ പഠനം തുടരുക. നന്ദി.